ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗീയ പദ്ധതിയെ ധ്യാനിക്കാം. ആണ്ടുവിട്ടതിൻ്റെ 19ാമത്തെ ഞായറാഴ്ച ഇന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭ മാതാവ് നമ്മെ വിശ്വാസത്തിൻ്റെ വലിയ മഹത്വത്തിലേക്ക്, കൃപാവരങ്ങളിലേക്ക് നയിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 18ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള ഇന്നത്തെ ഒന്നാമത്തെ വായന വിശ്വസിച്ച വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം, ദൈവം പിതാക്കന്മാർക്ക് നൽകിയ കൃപകളെക്കുറിച്ച് സംസാരിക്കുന്നു. വിശ്വാസത്തിലൂടെ പൂർവ്വപിതാക്കന്മാർ സമ്പാദിച്ച ആത്മീയത മഹത്വപൂർണ്ണമാണ് എന്ന് ധ്യാനിക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11ാം അധ്യായത്തിൽ വിശ്വാസം എന്താണ് എന്ന് ഉറപ്പായി നമ്മെ പഠിപ്പിക്കുന്നു. അത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവുണ്ട് എന്ന ബോധ്യവുമാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം മുതൽ വാഗ്ദാനം നൽകപ്പെട്ട കൃപകൾ സ്വീകരിച്ച സകലരും ആ വിശ്വാസത്തിൻ്റെ കൃപയിൽ നിലകൊണ്ടവരാണ്. ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ദൈവ തിരുമനസ്സിനൊത്ത് ജീവിക്കുവാൻ നമുക്ക് പ്രേരണ നൽകുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷം ലൂക്കാ സുവിശേഷം 12ാം അധ്യായം 32 മുതൽ 48 വരെയുള്ള തിരുവചന ഭാഗമാണ്. സത്യത്തിൽ ദൈവമക്കളായ നമ്മെ ഒരു ഒരുക്ക ശുശ്രൂഷയിലൂടെ നയിക്കുന്ന വചനഭാഗമാണിത്. യേശു പറയുന്നു, നിങ്ങളെല്ലാവരും ഒരുക്കമുള്ളവരായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. യജമാൻ സത്യമായും വരും. അവൻ എപ്പോൾ വരുമെന്ന് നിങ്ങൾക്കറിയില്ല. എപ്പോൾ വന്നാലും സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുവിൻ. ഒപ്പം യേശു ഓർപ്പെടുത്തുന്നു, നാം ഈ ഭൂമിയിൽ വലിയ സമ്പത്ത് കൂട്ടിവെക്കരുത്. അത് നിങ്ങൾക്ക് സ്വസ്ഥത നൽകുകയില്ല. അത് നിങ്ങൾക്ക് നിത്യതയ്ക്ക് ഉപകാരപ്രദമാവുകയുമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത് നമ്മളാരും യജമാന്മാരല്ല എന്നും സൂക്ഷിപ്പുകാർ മാത്രമാണ് എന്ന ബോധ്യത്തിലുമാണ്. സ്വർഗം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ ഉത്തരവാദിത്വവും ദൈവ തിരുമനസ്സിനൊത്ത് പൂർത്തീകരിക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ. എങ്കിലും ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു ചോദ്യമുണ്ട്. ആരും റെഡി? നിങ്ങൾ ഒരുക്കമുള്ളവരാണോ? യജമാനൻ എപ്പോൾ വന്നാലും അവിടുത്തെ സ്വീകരിക്കുവാൻ, നിത്യത സ്വന്തമാക്കാൻ നാം ഒരുക്കമുള്ളവരാണോ? നാം ദൈവത്തിൻ്റെ ചെറിയ അജഗണമാണ്, ഭയപ്പെടേണ്ടതില്ല. പക്ഷേ നാം എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരായി പ്രത്യാശയോടുകൂടി ഈ ഭൂമിയിൽ നിലകൊള്ളാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ എന്ന നിലയിൽ നാം കൂടുതൽ ശ്രദ്ധയോടെ ഈ പുണ്യഭൂമിയിൽ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ സുവിശേഷം. നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ മനസ്സുള്ള ഒരു ദൈവം കൂടെയുണ്ട്. നമ്മളാരും നിത്യത നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഈ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിനായി കാത്തിരിക്കുവാനും യേശു ആവശ്യപ്പെടുന്നത് പോലെ തന്നെ അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റി ജീവിക്കുവാനും നമ്മൾ എപ്പോഴും ബദ്ധശ്രദ്ധരായിരിക്കണം. യജമാനൻ ഏത് നിമിഷം വന്ന് വിളിച്ചാലും കൂടെ പോകുവാനുള്ള തയ്യാറെടുപ്പോടുകൂടി ജീവിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ. ദൈവമക്കൾ ആയ നമുക്ക് നിത്യത ലക്ഷ്യമാക്കിയാണ് ജീവിതം നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിത്യതയെ പ്രതി ഈ ലോകത്തിൻ്റെ അല്പസന്തോഷങ്ങളെ, ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളെ, സാമ്പത്തിക സ്രോതസ്സുകളെ അതിജീവിച്ച് ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കാൻ, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുവാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക തന്നെ വേണം. സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നത് ദൈവികമായ ആത്മീയ കൃപാവരത്തിലേക്ക് കൂടിയാണ്. നാം എല്ലാവരും നിത്യപിതാവിൻ്റെ തിരുമുഖം ദർശിക്കാൻ യോഗ്യത നേടത്തക്ക വിധം ഈ ലോക ജീവിതം നയിക്കുവാൻ നമ്മെ സ്വർഗം ക്ഷണിക്കുമ്പോൾ യജമാനൻ്റെ ഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നാം അപ്രകാരം പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ആ തിരുമനസ്സിനൊത്ത് ജീവിക്കുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടും എന്ന് തിരുവചനം ഓർപ്പെടുത്തുന്നു. കാരണം ദൈവം ശിക്ഷയുടെ ദൈവമല്ല. അവിടെ നമ്മെ ആരെയും ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ നിത്യത നമുക്ക് നഷ്ടമാകുന്നത് ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ. ആ ദുരനുഭവങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കാൻ നമ്മൾ
ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ഈ ലോക ജീവിതം നയിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ഇന്നത്തെ സുവിശേഷം ആത്മാർത്ഥതയോടുകൂടി നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്ന, നമ്മുടെ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന, നമുക്ക് നിത്യതയുടെ സമ്പൂർണ്ണ കൃപാവരം പ്രദാനം ചെയ്യുന്ന ആത്മീയ ബലമാണ്. ആ കൃപ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നിത്യസ്വർഗത്തെ ലക്ഷ്യമാക്കി കൂടുതൽ ശ്രദ്ധയോടെ ജീവിക്കാൻ വേണ്ട ആത്മീയ കൃപാവരം നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിക്കണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.